ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ മാനവീയം വീഥിയിലാണ് ഇത്തവണ ആഘോഷങ്ങൾ കൊട്ടിക്കയറാൻ പോകുന്നത്. അവിടെ നിന്ന് നമുക്കിപ്പം സ്റ്റെഫിനാണുള്ളത്. സ്റ്റെഫിൻ, 12:30 വരെ മാത്രമേ ആഘോഷങ്ങൾക്ക് അനുമതിയുള്ളൂ. പക്ഷേ ക്രിസ്മസ് മുതൽ തുടങ്ങിയ ആഘോഷങ്ങളാണ്, മനോഹരമായ കാഴ്ചകളാണ്, ദീപാലങ്കൃതമാണ്. എന്താണ് ഇപ്പോഴത്തെ കാഴ്ചകൾ? ആളും അരങ്ങും ഒക്കെ സെറ്റാണോ? ആര്യ, 2024 വരവേൽക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം തയ്യാറായി കഴിഞ്ഞെന്ന് നമുക്ക് പറയാം. നമ്മളിവിടെ നേരത്തെ എത്തുമ്പോൾ വലിയ തോതിലുള്ള തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പതിയെ തിരക്കൊക്കെ കൂടി വരുന്ന ഒരു കാഴ്ച, കൂടുതൽ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് വരുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ മാനവീയം വീതിയിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ആഘോഷങ്ങൾ നടക്കുന്നത് ഒന്ന് കോവളവും അതോടൊപ്പം തന്നെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുമാണ്. കോവളം, വർക്കല, ശംഖുമുഖം എന്നീ തുടങ്ങിയ ബീച്ചുകളിലാണ് വലിയ ആഘോഷങ്ങൾ നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ മാനവീയം വീതിയിലായിരിക്കും ഒരുപാട് ആളുകൾ വരിക. അവരുടെ ന്യൂ ഇയർ, ഒരു പുതുവർഷം ജനിക്കുന്നത് മാനവീയം വീതിയിൽ നിന്നാണ്. ഇപ്പോഴേ പലരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുടുംബസമേതമൊക്കെ എത്തിയവരൊക്കെ ഉണ്ട്. എവിടുന്നാണ് വരുന്നത്? തിരുവനന്തപുരം. ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇറങ്ങിയാണോ? അതെ. എവിടുന്നാ? ഞാൻ ഇവിടെ ഇപ്പം പഠിക്കുന്നത്, കണ്ണൂരാണ്. ന്യൂ ഇയർ ഒക്കെ ആഘോഷം രാത്രി പോകും? ചിലപ്പോൾ. പിന്നെ വേറെ പണിയൊന്നുമില്ല. അങ്ങനെ പലരും കുടുംബമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമൊക്കെ ആയി ഒരുപാട് ആളുകൾ ഈ മാനവീയ വീതിയിലേക്കൊക്കെ വരുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ തിരക്ക് നമുക്ക് കാണാൻ കഴിയുകയില്ല എങ്കിൽ പോലും രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനമായും സുരക്ഷ, അല്ലെങ്കിൽ ഈ സുരക്ഷാ സംവിധാനങ്ങൾ, നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഉള്ളൊരു പുതുവർഷം ആഘോഷിക്കുക എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു പോലീസ് സന്നാഹത്തെയും ഈ മാനവീയം വീതിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോഴേ ഇവിടെ പോലീസുകാർ, വനിതാ പോലീസുകളുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസിനെയൊക്കെ തന്നെ ഈ ഭാഗത്തൊക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻപ് അനുഭവങ്ങളിൽ നിന്ന്, അതുകൊണ്ട് ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് പോലും പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാനവീയം വീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊന്നും ഉണ്ടാകാതെ പഴുതടച്ച ഒരു സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് കൂടുതൽ പോലീസുകാരെയൊക്കെ തന്നെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട്. 1500 പോലീസുകാരെയാണ് ഈ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നിയോഗിച്ചിട്ടുള്ളത്. പ്രധാനമായും ബീച്ചുകൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ, അതോടൊപ്പം DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കൂടുതൽ പോലീസിൻ്റെ ആളുകളുണ്ടാകും. ഈ പറയുന്ന ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മഫ്തിയിൽ പോലീസുകാരുണ്ടാകുമെന്നുള്ളതാണ്. കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആണ് ഈ സുരക്ഷ ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാകും. അതോടൊപ്പം ആളുകൾക്ക് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ, പ്രത്യേകിച്ച് മാനവീയം വീതിയിലേക്കൊക്കെ എത്തുന്ന ആളുകൾക്ക് വാഹനം ഇവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. കുറച്ച്